പുനർജനി യോഗ ലൈവ് ജേണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തതിന് ശേഷം നീണ്ട ഇടവേള എടുത്തു. സോറി, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ഞാൻ ചെയ്യാൻ പോകുന്നത് PCOD, PCOS എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അത് ഘട്ടം ഘട്ടമായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന രീതിയിൽ ചെയ്തു പോകാനാണ് വിചാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. നമസ്തേ. നമ്മൾ ഓരോരുത്തരും യോഗ ചെയ്യുന്നതിന് മുമ്പ് മാനസികവും ശാരീരികപരമായ തയ്യാറെടുപ്പ് എടുക്കണം. അതിനു മുമ്പ് നമ്മൾ അല്പനേരം കണ്ണടച്ച് സ്വസ്ഥമായിട്ട് നമ്മൾ ഇരിക്കുന്ന മാറ്റിൽ സ്വസ്ഥമായിട്ടിരിക്കുക. എന്നിട്ട് ആ ബ്രീതിങ് പ്രോസസ്സ് ശ്രദ്ധിച്ച് കുറച്ച് നേരം ഇരിക്കാം. പ്രാർത്ഥനയിലേക്ക്, ശാന്തി മന്ത്രത്തിലേക്ക് നമ്മൾ ഒരു നിമിഷം പതഞ്ജലി മഹർഷിയെ ഒന്ന് സ്മരിക്കുന്നു. യോഗേന ചിത്തസ്യ പതേന വാചാ മലം ശരീരസ്യ ച വൈദികേന യോപാകരോതം പ്രവരം മുനീനാ പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. കാര്യത്തിലേക്ക് കടക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ PCOD, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കുറച്ച് ആസനയിലേക്കാണ് പോകുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അത് ഒരാസന ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കുറച്ച് ആസനയിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ആദ്യം നമ്മൾ ബോഡി ഒന്ന് വാമപ്പ് ആക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രോസസ്സിലേക്ക് പോവാണ്. നമ്മൾ ഭദ്രാസന എന്ന് പറയുന്ന ആസനയിലേക്കാണ്. ഈ ഭദ്രാസന എന്ന് പറയുന്ന ആസനയ്ക്ക് പല പല പേരുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. ഇതിന് തിത്തിലി പോസ് എന്ന് പറയാറുണ്ട്, ബദ്ധകോണാസന എന്ന് പറയാറുണ്ട്, ഭദ്രാസന. ഇത് നമ്മൾ ആക്ച്വലി PCOD ഉള്ള ആളുകൾക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ആദ്യം. എന്നിട്ട് ബ്രീതിങ് ചെയ്യാം, ബ്രീത് ഔട്ട് ചെയ്യാം. പതുക്കെ തല ഒന്ന് താഴ്ത്തി ബ്രീതിങ് ചെയ്ത് പൊങ്ങി വരാം, ബ്രീത് ഔട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു 3 or 4 പ്രാവശ്യം ഈ പ്രോസസ്സ് ആവർത്തിക്കാം. ഓക്കെ, ബ്രീത് ഇൻ, breathe out. Breathe in, breathe out. ഓക്കെ, അടുത്ത ഒരു ആസനയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ 2 ആസന പറഞ്ഞു പോവുകയാണ്. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ അടുത്ത ആസനയിലേക്ക് പോവുകയാണ്. വജ്രാസനയിൽ ഇരിക്കണം. വജ്രാസനയിൽ ഇരിക്കാൻ പറ്റാത്തവര് പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പ്രോസസ്സ് ഇരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇരുന്ന് മാത്രമേ കാല് മടങ്ങി സുഖമായിട്ടിരിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് വജ്രാസനയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പില്ലോ, എവിടെയാണോ വേദന വരുന്നത് അവിടെ പില്ലോ വെച്ച് ഇരുന്ന് വജ്രാസനയിൽ ഇരുന്ന് ശീലിക്കുക. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തിരിയാണ്. Breathe in, breathe out.
തല താഴ്ത്തി കൊടുത്തു. സീറ്റിൽ നിന്ന് പൊങ്ങാൻ പാടില്ല. നോർമൽ ബ്രത്ത് ചെയ്തുകൊണ്ടിരിക്കാം. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. അർദ്ധകൂർമാസന എന്നാണ് ഈ ആസനയുടെ പേര്. ഇത് നമ്മൾ ഒരു 3-4 പ്രാവശ്യം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട്, ബ്രത്ത് നോർമൽ ബ്രത്ത് ആയിരിക്കണം, പൊസിഷൻ ഹോൾഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഇരിക്കുക. തിരിച്ച് കൈകൾ ഇതേപോലെ ഉയർത്തി ഇരുവശങ്ങളുടെ കൈ ഡൗൺ ചെയ്ത് ഇരിക്കാം. നിങ്ങൾ ശീലിക്കേണ്ട ഒരു സിറ്റിംഗ് പൊസിഷൻ, അതൊരു ആസനയാണ് മലാസന. അത് നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്. കാലുകൾ പതുക്കെ വൈഡാക്കി വെച്ച്, ആദ്യം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇരുന്ന് ശീലിച്ച് കൈകൾ പതുക്കെ ഈ 2 എൽബോ നമ്മളുടെ ഈ ഭാഗത്ത് പതുക്കെ ഒന്ന് പ്രസ് കൊടുക്കുക. അപ്പോൾ ഒന്ന് പെൽവിക് റീജിയൻ ഒന്ന് ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് കുറച്ചു നേരം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ശ്വാസം എടുത്ത് സാവധാനം എക്സേൽ ചെയ്തുകൊണ്ട് അല്പനേരം ഇരുന്ന് ശീലിക്കുക. ഇത് വളരെ ഉത്തമമായ ഒരു ആസനയാണ് മലാസന. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്, നിങ്ങളുടെ മലാസന എന്ന ആസന എങ്ങനെ ചെയ്യാം, അത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആസന നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ ഓരോ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, 1-ലോ 2-ലോ ഒതുങ്ങുന്നതല്ല നമ്മളെ പറഞ്ഞു പോകാനുള്ള ആസനാസ്. ഓക്കെ, ഒറ്റ ലെങ്ത്തിൽ ഈ വീഡിയോ മുഴുവനും നിങ്ങൾക്ക് ചെയ്ത് കാണാനോ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ച 1-2 ആസനാസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.